ഫൈനലി ഇന്ന് ലൂക്കയുടെ ഫസ്റ്റ് വാക്സിനേഷൻ കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ഇതൊരു ബോയ്സ് ട്രിപ്പാ. ഇതില് ഞാനും ലൂക്കയും മാത്രമേ ഉള്ളൂ. ലൂക്കയെ കാറി കൊണ്ടുപോകുന്നത് വലിയ ടാസ്ക് ഒന്നുമല്ല, ജസ്റ്റ് ഒന്ന് AC ഓൺ ചെയ്തെടുത്താൽ മതി. അവൻ്റെയും പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവനെ നോക്കണം. അവിടെ കാണുന്ന ഹോസ്പിറ്റലിലാണ് നമ്മൾ വാക്സിനേഷൻ എടുക്കാൻ വേണ്ടി പോകുന്നത്, ലൈഫ് ലൈൻ ഹോസ്പിറ്റൽ. എത്ര വലിയ ഉറക്കമാണെങ്കിലും ലൂക്ക വന്നൊരു വിളിച്ചാൽ മതി, അവൻ ചാടി എണീക്കും. അത് അവൻ്റെ ഹൈലൈറ്റ്. അങ്ങനെ നല്ലൊരു ഹൈജീനായിട്ടുള്ളൊരു സ്ഥലത്ത് കൊണ്ടിരുത്തി. പക്ഷെ ഇത്രയും വലിയ ഇഞ്ചക്ഷൻ ആണെന്ന് ഞാൻ പോലും ഒട്ടും വിചാരിച്ചില്ല. ഞാൻ ജസ്റ്റ് അവൻ്റെ കഴുത്തിൽ പിടിച്ചിട്ടേ ഉള്ളൂ. എന്താണ് റിയാക്ഷൻ എന്നൊന്നും അറിയില്ല. വലിയ കുഴപ്പമില്ല ഗൈസ്, അവൻ അത്ര വലിയ വേദനയില്ല, എന്നാലും ചെറുതായിട്ടൊന്ന് അനങ്ങി. വേറെ പ്രശ്നമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ലൂക്ക സ്ട്രോങ് ബോയ, അവൻ കരയൊന്നുമില്ല, കുഴപ്പമില്ല. അങ്ങനെ അവൻ്റെ ഫസ്റ്റ് വാക്സിൻ കഴിഞ്ഞ് അവൻ്റെ പാസ്പോർട്ടും കിട്ടി. ലൂക്ക അതാ കിടക്കുന്ന കണ്ടില്ലേ. ചെറിയൊരു പെയിൻ ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പം, എന്നാലും കുഴപ്പമില്ല. AC ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അവൻ ഓക്കെയാ. അടുത്ത് നമ്മൾ ലൂക്കയുടെ വിഷമം മാറ്റാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് പോവുക. ഇതാ ഈ ബോർഡ് ആണില്ലേ, അതിൻ്റെ തൊട്ടപ്പുറത്താ. ആരെങ്കിലും ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതാണ്ട് ഈ ഹോട്ടലാണ്. എൻ്റെ പേരും കാര്യങ്ങളൊന്നും അറിയില്ല, ജസ്റ്റ് ഫാസ്റ്റ് ഫുഡ് എന്ന് എഴുതി വെച്ചിട്ടുള്ളൂ. ഇവിടെ ഒരു ഐറ്റം ഉണ്ട് മക്കളെ, പഴംപൊരിയും നല്ല കിടിലൻ ബീഫും. ഗൈസ്, കാണുന്ന അത്ര എരിവൊന്നുമില്ല കേട്ടോ. പഴംപൊരിയും ബീഫും അത്യാവശ്യം നല്ല കോമ്പിനേഷനാണ്. പ്രത്യേകിച്ച് ഈ കടയിൽ. ഞാൻ ട്രിവാൻഡ്രത്ത് കഴിച്ചില്ല ഏറ്റവും നല്ല കിടിലം പഴംപൊരിയും ബീഫും കിട്ടുന്ന കടയെന്ന് പറയാം. ലൂക്കയ്ക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അവനും കഴിച്ചു ഒരു പഴംപൊരി ഫുള്ളായിട്ട്. മറ്റേ പഴംപൊരി ഞാനും കഴിച്ചു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് അവന് കുറച്ച് വെള്ളവും കൊടുത്തിട്ട് നമ്മൾ യാത്ര തുടരുക നമ്മുടെ വീട്ടിലേക്ക്. ഗൈസ്, ഇപ്പം നോക്കിയോ അവൻ എൻ്റെ കയ്യിലൊന്ന് കിടക്കുന്നത്. ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ കൈ അവിടെ കൊണ്ട് വെച്ചത്. അവൻ കിടക്കുന്നുണ്ടല്ലേ. വീട്ടിലും സെയിം അവസ്ഥയാണ്. ലൂക്കയുടെ കൂടെ ഞാൻ തറയിൽ പോയി കിടക്കുകയാണെങ്കിൽ അവൻ വന്ന് എൻ്റെ ചെസ്റ്റിൽ ഇതുപോലെ വന്ന് കിടക്കും. എന്തോ അവന് നല്ല കംഫർട്ടായിരിക്കും. അങ്ങനെ വാക്സിനേഷനും ഫുഡെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീടെത്തി.